FC ഗോവ നന്നായിട്ട് കളിച്ചു. നമ്മളെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സന്ദേശ് സിംഗിനെയാണ്. നമ്മൾ ഇന്ത്യൻ്റെ ഡിഫൻഡറാണ്, നന്നായി കളിച്ചു. അതുപോലെ തന്നെ നമ്മൾ ന്യൂഹേനെയും അപ്രീഷിയേറ്റ് ചെയ്യണം, ഒരു ബെസ്റ്റ് വിങ്ങറാണ്. എന്നാലും ഫാൻ ബേസ് കേരള ബ്ലാസ്റ്റേഴ്സിനാണെങ്കിലും കളിച്ചത് ഗോവയാണ്. എന്തൊരു മികച്ച ഗെയിമാണ് നമ്മൾ കണ്ടത്. അത് കണ്ടവർക്കറിയാം നല്ലവണ്ണമായിട്ട് കളിച്ചത്. ബ്ലാസ്റ്റേഴ്സ് കളിച്ചില്ല എന്നല്ല, പക്ഷേ ബ്ലാസ്റ്റേഴ്സ് കുറച്ചും കൂടി സ്ട്രൈക്കേഴ്സ് ഫിനിഷിങ് മാത്രമല്ല അവർക്ക് ബോൾ കൺട്രോൾ വളരെ കുറവാണ്. അത് നമുക്ക് ശ്രദ്ധിച്ചറിയാം. ലോങ് ബോൾ വരുമ്പോൾ ഒരു ഫസ്റ്റ് ടച്ച് എടുത്ത് പിന്നെ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് എടുത്ത് അപ്പോഴത്തേക്ക് തന്നെ ഡിഫൻഡ് കോരി എടുക്കും. കാരണം കുറേ ഏറ്റവും ബെസ്റ്റ് താരങ്ങളുള്ള ടീം കേരള ബ്ലാസ്റ്റേഴ്സാണ്. ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഒരാൾ കളി കാണാൻ വന്നതിന് അപ്പോൾ അവരൊരു ഡിസപ്പോയിന്റ് ആവൂലേ, കാരണം അവരങ്ങനെ വന്നു അവർ കപ്പ് കൊണ്ടുവന്നിട്ടല്ലേ വന്നത്. അപ്പോൾ അവരൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർ വലിയ ടീമാണ്. നമ്മൾ ഫാൻ ബേസ് മാത്രമല്ല നോക്കണം, നമ്മൾ ഗെയിമിലും നോക്കണം. അപ്പോൾ എന്നാലേ കപ്പ് കിട്ടുമല്ലോ. ഈ കപ്പ് കൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെയും ടോപ്പിലെത്തൂലല്ലോ. നമുക്ക് വേണ്ടത് എന്താ, സൂപ്പർ ലീഗിലെ കപ്പാണ് വേണ്ടത്. പ്രതീക്ഷ മാത്രമല്ല, എനക്ക് പറയാനുള്ളത്, എനക്ക് കളിയിലേ പറയാനുള്ളൂ. ഏറ്റവും ഇത്രയും ആൾക്കാർ എവിടുന്നല്ലോ കേരളത്തിൻ്റെ പല മുക്കുന്ന മൂലം വരുന്നത്, നമ്മളും അതേപോലെ വരുന്നവരും. അപ്പോൾ അവർ എല്ലാ കൊല്ലവും വന്നു പോകുന്നവരും ഫാൻസും കുറേ ആളുണ്ടാവും. അവരൊന്നും ഡിസപ്പോയിന്റ് ആക്കാൻ നിൽക്കുക. കാരണം ഫാൻ ബേസ് കൊണ്ട് മാത്രം ഒന്നും ആവില്ലല്ലോ. അവരിപ്പോൾ നമ്മൾ ഗോവയിൽ പോയാൽ അവർക്കും ഫാൻ ബേസ് ഉണ്ടാവും, പക്ഷെ ഇത്രയൊന്നും ഒരിക്കലും ഉണ്ടാവില്ലല്ലോ.